പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഭാഗ്യശ്രീയുടെ തന്ത്രങ്ങൾ ഇപ്പോൾ പാളിപ്പോയിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് ഭാഗ്യശ്രീ വിചാരിച്ചതല്ല. മാത്രവുമല്ല, ഇതേ തുടർന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുന്ന സുമിത്രയും ബാലുവും ഇറങ്ങുകയും ചെയ്യുന്നു. ഷൺമുഖദാസ് എങ്ങനെയുണ്ട് എൻ്റെ കളി എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഉത്തരമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് പോലീസുകാർ. ഇതോടെ ഈ കാര്യം ഭാഗ്യ അറിയാൻ ഇടയാകുന്നു. കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണല്ലോ എന്ന് ആലോചിക്കുന്ന ഭാഗ്യ ഇനി എന്തു ചെയ്യും എന്ന് ഉടൻ തന്നെ മനസ്സിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ഭാഗ്യ ഉടൻ തന്നെ കൺമണിയെ ഫോൺ ചെയ്തിരിക്കുകയാണ്. കൺമണി, ഇപ്പോൾ സൂക്ഷിക്കേണ്ട സമയമാണ്. ഞാൻ സുമിത്രയെയും ബാലുവിനെയും ഒന്ന് കുടുക്കി വെച്ചതായിരുന്നു. പക്ഷേ അവർ മുൻകൂർ ജാമ്യമെടുത്ത് ഇപ്പോൾ പുറത്തിറങ്ങി. അതുകൊണ്ട് തന്നെ ഇനി എത്രയും പെട്ടെന്ന് ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഹോസ്പിറ്റലിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സാഗറിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി, ഞാൻ ഈ കാര്യം ശ്രദ്ധിച്ചുകൊള്ളാം. മാത്രവുമല്ല, ബലരാമൻ്റെ കാര്യത്തിലും ഒരു കണ്ണ് ഉള്ളത് നല്ലതാണ്. എപ്പോഴാ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ശരിയാ, അവരെ രണ്ടുപേരെയും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. കൃഷാണെങ്കിൽ ഇലയ്ക്കും അടുക്കില്ല മുള്ളിനും അടുക്കില്ല എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതും വലിയൊരു തലവേദന തന്നെയാണ്. നമ്മൾ സൂക്ഷിച്ച് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് നല്ലത്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ കൺമണി. പക്ഷേ ഇതിനിടയിലാണ് പുതിയ തിരിച്ചടിയുമായി ഇപ്പോൾ സുജ മുന്നിലേക്ക് പോകുന്നത്. ബലരാമൻ്റെ അവസ്ഥ കണ്ട് ദയതോന്നുന്ന സുജ അവനെ സഹായിക്കുന്നതിന് മുന്നിലേക്ക് കടന്നു വന്നത് സാഗറിനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇത് കാണുന്ന കൃഷ് എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.